2025 ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ ഇറാന്റെ ഫോർഡോ, നതാൻസ് ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കാൻ പദ്ധതിയിടുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫിന്റെയും ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെയും ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള റിപ്പോർട്ട് പുറത്തുവന്നത് ജനുവരിയിലാണ്. ഇറാന്റെ ബലഹീനതകൾ മുതലെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഇറാനിയൻ ആണവ സൈറ്റുകളിൽ വൻതോതിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ പദ്ധതിയിടുന്നു എന്ന് ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന നാളുകളിലാണ് ഈ വിലയിരുത്തൽ ഉണ്ടായത്. ഇസ്രായേലിന്റെ ഈ പദ്ധതിയെ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കും എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ മേലുള്ള പരമാവധി സമ്മർദ്ദം എന്ന നയത്തെക്കുറിച്ചുള്ള ദേശീയ സുരക്ഷാ മെമ്മോറാണ്ടത്തിൽ ട്രംപ് കഴിഞ്ഞ ആഴ്ച ഒപ്പുവച്ചിരുന്നു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തിന്റെ സാധ്യത ട്രംപ് വ്യക്തമാക്കാതെ നയതന്ത്ര രീതിക്കാണ് അദ്ദേഹം മുൻഗണന കൊടുത്തിരിക്കുന്നത്. അതേസമയം ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ വിജയകരമായി നടത്താൻ ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുന്നതുൾപ്പെടെയുള്ള പിന്തുണ നൽകുമെന്ന് US സൈനിക വൃത്തങ്ങൾ വ്യക്തമായ സൂചന നൽകുന്നു. ഒന്ന്, വിദൂര ആക്രമണം. ഇത് സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് എന്നറിയപ്പെടുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിയൻ വ്യോമാതിർത്തിക്ക് പുറത്ത് വിക്ഷേപിക്കുന്നത് ഉൾപ്പെടുന്നു. രണ്ടാമത്തത് ഏറെ അപകട സാധ്യതയുള്ള ഒരു ഓപ്ഷനാണ്. ഇസ്രായേലി വിമാനങ്ങൾ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതും ആണവ സൈറ്റുകൾക്ക് സമീപം പറക്കുന്നതും ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ആണവ നിലയങ്ങൾ ലക്ഷ്യമാക്കി ഇടുന്നതുമാണിത്. ബ്ലൂ 109 എന്ന ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾക്കുള്ള ഗൈഡൻസ് കിറ്റുകൾ ഇസ്രായേലിന് വിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയാണ് ട്രംപ് ഭരണകൂടം അംഗീകരിച്ചത്. ഇറാൻ ആണവ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ഇറാന്റെ ആണവശേഷി തടയാനുള്ള അവസരങ്ങൾ ചുരുങ്ങുമ്പോൾ ഇസ്രായേലിനത് ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലും വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസോ IDF വക്താക്കളോ പ്രതികരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.